വിക്രമാദിത്യൻ വേതാളത്തെ ആൽമരത്തിൽ നിന്ന് തോളിൽ തൂക്കിയെടുത്തു. എന്നിട്ട് സന്യാസിയുടെ അടുത്തേക്ക് വീണ്ടും നടന്നു. രാജാ വിക്രമാദിത്യ, എനിക്ക് തോന്നുന്നത് താങ്കൾ സന്യാസിക്ക് അദ്ദേഹത്തെ സഹായിക്കാമെന്ന് പറഞ്ഞ് നൽകിയ വാക്ക് തീരെ ആലോചിക്കാതെ എടുത്ത തീരുമാനമാണെന്ന് തോന്നുന്നു. നല്ലവണ്ണം ആലോചിച്ചു മാത്രമേ ഏതു തീരുമാനങ്ങൾ എടുക്കാവൂ, അല്ലെങ്കിൽ അബദ്ധമാകും എന്ന് മനസ്സിലാക്കുക. ഞാനൊരു കഥ പറയട്ടെ? ശരി, പറയുക. ശിവപുരം എന്ന നഗരത്തിലാണ് വ്യാപാരിയായിരുന്ന രാമാനന്ദ താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. മൂത്ത മകനായ സുധാകർ വളരെ സുന്ദരനായിരുന്നു, പക്ഷെ ബുദ്ധിശക്തി അധികമുണ്ടായിരുന്നില്ല. ഇളയവനായ ദയാകർ സുന്ദരനുമല്ലായിരുന്നു, പക്ഷേ അയാൾ വളരെ ബുദ്ധിമാനായിരുന്നു. അയാളാണ് പിതാവിനെ വ്യാപാരത്തിൽ സഹായിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ വ്യാപാരം വളരെയധികം പുരോഗതി പ്രാപിച്ചു. ആ നഗരത്തിൽ തന്നെ മറ്റൊരു വ്യാപാരി താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് രമ എന്നും ശോഭ എന്നും പേരുള്ള 2 പുത്രിമാരുണ്ടായിരുന്നു. ആ വ്യാപാരി തന്റെ പെൺമക്കളുടെ വിവാഹം രാമാനന്ദിന്റെ മക്കളുമായി നടത്താൻ തീരുമാനിച്ചു. മൂത്ത മകളായ രമ സുധാകരനെ ഭർത്താവായി സ്വീകരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ശോഭ ദയാകർ സുന്ദരനല്ലാത്ത കാരണത്താൽ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചു. ദയാകർജി, എന്റെ അനുജത്തി ശോഭ താങ്കളെ വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചതിൽ താങ്കൾക്ക് അവളോട് കോപമുണ്ടെന്ന് എനിക്കറിയാം. താങ്കൾക്ക് ഈ കാരണത്താൽ എന്നോടും ദേഷ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ശോഭ എന്റെ അനുജത്തിയാണ്, പക്ഷേ എനിക്കെന്ത് ചെയ്യാം? ഇതെല്ലാം കൂടി ചിന്തിച്ച് ഞാനിപ്പോൾ അസ്വസ്ഥയാണ്. ഏട്ടത്തിയമ്മേ, എന്തിനാണ് ഭവതി അസ്വസ്ഥയാവുന്നത്? എനിക്ക് ഭവതിയോട് യാതൊരുവിധ പരാതിയുമില്ല. ഭവതിയുടെ വ്യാകുലത മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നോട് പറഞ്ഞാലും. താങ്കൾ പകുതി വ്യാപാരവും പകുതി സമ്പത്തും താങ്കളുടെ സഹോദരനായ സുധാകരന് നൽകിയാൽ നന്നായിരിക്കും. എന്തിനാ ഏട്ടത്തിയമ്മേ പകുതിയാക്കുന്നത്? ഞാൻ എല്ലാ സമ്പത്തും വ്യാപാരവും സുധാകരന് നൽകാൻ തയ്യാറാണ്. പിന്നെന്താ? അങ്ങനെ പാവം ദയാകർ ഒളിച്ചിരിക്കുന്ന ആപത്തിനെ കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ തന്റെ എല്ലാ സമ്പത്തും വ്യാപാരവും സുധാകരനു നൽകി. എല്ലാം സ്വന്തം കയ്യിലായപ്പോൾ രമയും സുധാകറും വളരെയധികം സന്തോഷിച്ചു. അവർക്ക് ദുരാഗ്രഹം വർദ്ധിച്ചു. അങ്ങനെ അവർ 2 പേരും കൂടി പാവം ദയാകരനെ ഒരുപാട് ഉപദ്രവിക്കാൻ തുടങ്ങി. കഷ്ടം തന്നെ അല്ലേ? ഏട്ടനും ഏട്ടത്തിയമ്മയും എന്നോട് അന്യനെ പോലെയാണ് പെരുമാറുന്നത്. ഈ അവമാനം സഹിച്ചിവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് എങ്ങോട്ടേലും പോകുന്നതാ. ഞാനിവിടുന്ന് പോവുക ഏട്ടത്തിയമ്മേ. നോക്കൂ, ഇത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. താങ്കൾ വീട് വിട്ട് സ്വയം പോവുകയാണെങ്കിലും നാട്ടുകാർ പറയും സ്വത്ത് തട്ടിയെടുത്ത് ഞങ്ങൾ താങ്കളെ പുറത്താക്കിയതാണെന്ന്. അതിനാൽ താങ്കൾ എങ്ങോട്ടും പോണ്ട, ഇവിടെ ഞങ്ങളുടെ കൂടെ താമസിച്ചോളൂ. ഏട്ടത്തിയമ്മേ, താങ്കളുടെ ചിന്ത വ്യർത്ഥമാണ്. നാട്ടുകാർക്ക് അങ്ങനെ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്? ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എല്ലാ സമ്പത്തും നിങ്ങൾക്ക് തന്നത്. ഞാനിനി എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് സ്വന്തമായി പണമുണ്ടാക്കും. പണക്കാരനായതിനു ശേഷമേ ഇനി ഇവിടെ തിരിച്ചെത്തുകയുള്ളൂ. അതുപോലെ തന്നെ ശോഭ എന്നെ തിരസ്കരിച്ചതിന് പകരമായി ഞാൻ ശോഭയെക്കാളും മനോഹരിയായൊരു യുവതിയെ വിവാഹം കഴിക്കും. വിക്രമാദിത്യ, ഇനി കേൾക്കണോ? അതിനുശേഷം ദയാകർ തന്റെ കുതിരയെ എടുത്ത് വീട്ടിൽ നിന്നിറങ്ങി. ആ പാവം വിശന്ന് വലഞ്ഞ് കാട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലഞ്ഞു തിരിഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം 2 വ്യക്തികളെ ദേഹമാസകലം മുറിവേറ്റ് കിടക്കുന്നത് കണ്ടത്. അവർ കൊള്ളയടിക്കപ്പെട്ടിരുന്നു. യുവാവേ, താങ്കളുടെ പേരെന്താണ്? എൻ്റെ പേര് ദയാകർ എന്നാണ്. ഞാൻ ശിവപുരത്തെ വ്യാപാരിയായ രാമാനന്ദൻ്റെ പുത്രനാണ്. അച്ഛൻ്റെ മരണശേഷം എനിക്കുണ്ടായിരുന്ന എൻ്റെ മുഴുവൻ സമ്പത്തും സഹോദരന് നൽകിയ ശേഷം സ്വന്തമായിട്ട് പണം സമ്പാദിക്കാനായി ഇറങ്ങി പുറപ്പെട്ടതാണ്. എൻ്റെ പേര് രത്നസ്വാമി എന്നാണ്. ഇതെൻ്റെ സേവകനായ രത്നാകർ. എനിക്ക് വളരെയധികം വ്യാപാരങ്ങളുണ്ട്, പക്ഷേ ഈശ്വരൻ എനിക്ക് പുത്രന്മാരെ തന്നില്ല. അതാണ് എൻ്റെ വലിയ ദുഃഖം. നീ എന്നെ സഹായിക്കുകയാണെങ്കിൽ
നിന്നെ ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകാം. നിന്നെ എൻ്റെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്താം. താമസിക്കാൻ സ്ഥലവും വ്യാപാരം തുടങ്ങാൻ പണവും നൽകാം. എന്തു പറയുന്നു താങ്കൾ? കേൾക്കൂ രാജാവേ, ദയാകരന്റെ ഒരു വ്യാപാരിയാക്കി ബീജ്പൂരിലേക്ക് കൊണ്ടുപോയി രത്നസ്വാമിയുടെ പുത്രിയായ മനോരമ ദയാകരന്റെ ബുദ്ധിയിലും അധ്വാനശീലത്തിലും ആകൃഷ്ടയായി. അവളുടെ മനസ്സിൽ അവനോട് പ്രേമവും മുളപൊട്ടി. മറ്റൊരു വശത്ത് രത്നാകരന്റെ പുത്രി രാജമതിയും ദയാകറിൽ ആകൃഷ്ടയായി. അവളും ദയാകരനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. ആ രണ്ട് കൂട്ടുകാരികളും പരസ്പരം അവരവരുടെ മനസ്സിലുള്ളത് പങ്കുവെച്ചപ്പോൾ അവർക്ക് മനസ്സിലായി രണ്ടുപേരും ഒരാളെ തന്നെയാണ് സ്നേഹിക്കുന്നതെന്ന്. ആ സമയത്ത് മനോരമ ആലോചിക്കുകയായിരുന്നു. ധനവാനായ വ്യാപാരിയുടെ സുന്ദരിയായ മകളാണ് ഞാൻ. രാജമതി പരിചാരകന്റെ പുത്രിയും. സൗന്ദര്യമില്ലാത്ത അവളെ ഒരിക്കലും ദയാകർജി സ്വീകരിക്കില്ല. ഇതേ സമയത്ത് മറ്റൊരു സ്ഥലത്ത് രാജമതി ചിന്തിച്ചു. ഞാൻ ഒരു ധനാട്ടിന്റെ മകളോ സുന്ദരിയോ അല്ല. അതിനാൽ ദയാകർ എന്റെ പ്രേമാഭ്യർത്ഥന സ്വീകരിക്കില്ല. അദ്ദേഹം ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ഏട്ടത്തിയമ്മയോട് പറഞ്ഞിട്ടുണ്ട്, ധനവാനായതിനു ശേഷം സുന്ദരിയായ യുവതിയെ വിവാഹം കഴിച്ചേ തിരിച്ചു ചെല്ലുകയുള്ളൂ എന്ന്. മനോരമയും രാജമതിയും അവരവരുടെ പിതാക്കന്മാരോട് തങ്ങളുടെ അഭിലാഷത്തെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ രത്നാകറും രത്നസ്വാമിയും തങ്ങളുടെ മക്കളുടെ വിവാഹക്കാര്യം ദയാകരനോട് പറഞ്ഞു. ദയാകർ വളരെ നേരം ചിന്തിച്ചതിന് ശേഷം രത്നാകരന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ തീരുമാനമെടുത്തു. കുറച്ച് ദിവസങ്ങൾക്കകം രാജമതിയുടെയും ദയാകരന്റെയും വിവാഹം വളരെ മംഗളമായി തന്നെ നടന്നു. പറയൂ മഹാരാജൻ, എന്താണ് സുന്ദരിയായ മനോരമയുടെ വിവാഹാഭ്യർത്ഥന ദയാകർ സ്വീകരിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ധനാഢ്യനാവാനുള്ള അവസരം കളഞ്ഞ് സാധാരണക്കാരിയായ രാജമതിയെ സ്വീകരിച്ചത്? ധനാഢ്യനാവുമെന്നും സുന്ദരിയായ കന്യകയെ സ്വീകരിക്കുമെന്നും പ്രതിജ്ഞയെടുത്ത ദയാകർ എന്തുകൊണ്ടാണ് വേഗത്തിൽ ധനാഢ്യനാവാനുള്ള അവസരവും സുന്ദരിയായ കന്യകയും വേണ്ട എന്ന് വെച്ച് രൂപത്തിലും പണത്തിലും സാധാരണക്കാരിയായ രാജമതിയെ സ്വീകരിച്ചത്? രാജാവേ, എനിക്ക് ഉത്തരം നൽകൂ രാജൻ, എനിക്ക് ഉത്തരം നൽകൂ രാജാവേ. മടിക്കുന്നത് എന്തിനാ? ഉത്തരം തരൂ. താങ്കൾ ശരി ഉത്തരം അറിഞ്ഞിട്ടും തെറ്റായ ഉത്തരമാണ് നൽകുന്നതെങ്കിൽ താങ്കളുടെ ശിരസ് ആയിരക്കണക്കിന് കഷ്ണങ്ങളായി പൊട്ടിത്തെറിക്കും. ഹേ വേതാളമേ, രാജവതിയെ വിവാഹം കഴിക്കുന്നതാണ് ദയാകരന് ഉചിതം. രാജവതിയെ വിവാഹം കഴിച്ചാൽ അദ്ദേഹത്തിന് വേഗം ധനാഢ്യനാവാൻ പറ്റില്ല. ഇത് തെളിയിക്കുന്നത് അദ്ദേഹം അത്യാഗ്രഹിയല്ല എന്നാണ്. ഇതിനു മുൻപും തന്റെ മുഴുവൻ സമ്പത്തും സഹോദരനായ സുധാകരന് നൽകിയിട്ടുള്ള വ്യക്തിയാണ് ദയാകർ. അദ്ദേഹത്തിന്റെ സഹായ മനസ്കത ഇതിനു മുമ്പ് കാട്ടിൽ വെച്ച് രത്നസ്വാമിയെയും രത്നാകരനെയും സഹായിച്ചപ്പോഴും നമ്മൾ മനസ്സിലാക്കിയതാണ്. അവരെ സഹായിക്കാതെ പോകുന്നത് പോലെയാണ് രാജവതിയുടെ വിവാഹാഭ്യർത്ഥന നിരസിക്കുന്നതും. ദയാകരന്റെ കർത്തവ്യബോധമാണ് അദ്ദേഹത്തിന്റെ വിവാഹകാര്യത്തിൽ നിന്നും മനസ്സിലാവുന്നത്. എന്തെന്നാൽ മനോരമ അതിസുന്ദരിയാണ്. ഈ സൗന്ദര്യം കണ്ട ഏത് പുരുഷനും അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാവും. എന്നാൽ രാജവതി സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ സാധാരണക്കാരിയാണ്. ഒറ്റ നോട്ടത്തിൽ ഒരു പുരുഷനും അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാവില്ല. രാജവതിയെ വിവാഹം കഴിച്ചുകൊണ്ട് ദയാകർ തന്റെ കർത്തവ്യബോധം തെളിയിച്ചിരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ കർത്തവ്യബോധവും കഠിനാധ്വാനശീലവും തീർച്ചയായും അദ്ദേഹത്തെ പണക്കാരനാക്കുമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. ഇതിനാലൊക്കെയാണ് ദയാകർ രാജവതിയെ വിവാഹം കഴിച്ചത്. ഇപ്പോൾ മനസ്സിലായില്ലേ? രാജവതിയെ വിവാഹം കഴിക്കുന്നതാണ് ദയാകരന് ഉചിതം. രാജൻ, താങ്കളുടെ ഉത്തരം തികച്ചും ശരിയാണ്. ഈ ഉത്തരത്തിൽ ഞാൻ വളരെ സന്തോഷവാനുമാണ്. പക്ഷെ താങ്കൾ വീണ്ടും സംസാരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ആൽമരത്തിലേക്ക് പോകുന്നു.